ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗോഡ് ബ്ലസ് വെനസ് ഗൈസ്. അപ്പോൾ നമ്മൾ വീട്ടിലാണുള്ളത്. കുറച്ച് നാളിലായിട്ട് ഇപ്പോൾ നമ്മൾ യാത്ര കുറവാണ്. അപ്പോൾ എന്തായാലും ഉടനെ യാത്ര നമ്മുടെ മെയിൻ യാത്ര ഉദ്ദേശിച്ചിരിക്കുന്നത് ഉടനെ തുടങ്ങും. അതിന് മാറ്റമൊന്നുമില്ല. ട്രാവൽ വ്ളോഗർ എന്നുള്ളത് ട്രാവൽ വ്ളോഗർ തന്നെ. പിന്നെ നമ്മൾ വേറെ കുറച്ച് പ്ലാനൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ വന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മലപ്പുറം വരെ പോവുക. നമ്മുടെ ശിവനടുത്ത് പോകുന്നു. നമ്മളെന്തായാലും ഇറങ്ങുക. നമ്മുടെ ബാഗൊക്കെ എടുത്ത് പെട്ടെന്ന് തീരുമാനിച്ചു. ഇന്നലെ പോകാൻ തീരുമാനിച്ചിരുന്നു. അത് വാപ്പിയായിട്ട് ബുള്ളറ്റിൽ നമ്മുടെ ദുൽദുലിനകത്ത് പോകാനായിട്ട്. പക്ഷേ അത്രയും ദൂരം വാപ്പിക്ക് ബൈക്കിൽ വരുന്നത് പാടാണ്ട് അപ്പോൾ നമ്മൾ രാത്രി തന്നെ ബസ്സിൽ വിട്ടായിരുന്നു. ഇപ്പോൾ കാറ് നമ്മുടെ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ബസ്സിന് വിട്ട്. പിന്നെ അപ്പോൾ നമ്മളിപ്പോൾ രാവിലെ ദുൽദുലുമായിട്ട് അങ്ങോട്ട് പോകാൻ വേണ്ടി ഇറങ്ങും. ബാക്കി നമുക്ക് ഇവിടുന്ന് ഇറങ്ങിയിട്ടാണ് ഞാൻ ബാഗെല്ലാം എടുത്തത്. നമ്മുടെ ബാഗ് എന്നത്തെയും പോലെ നമ്മുടെ ഈ ബാഗ് ഹെൽമെറ്റ് എല്ലാം സെറ്റാക്കി വെച്ച് നമുക്ക് എന്തായാലും ഇവിടുന്ന് ഇറങ്ങാൻ. ഇനിയിപ്പം ബാക്കി നമ്മുടെ വണ്ടിക്ക് ബുള്ളറ്റ് ഇപ്പം അത്ര കണ്ടീഷനല്ല എങ്കിലും ഇന്നലെ നമ്മൾ കുറച്ച് ചെറിയൊക്കെ പണി. ഇന്നലെ ഞായറാഴ്ചയായിരുന്നു. ഇപ്പോൾ തിങ്കൾ ഇന്ന് അതുകൊണ്ട് കുറച്ച് പണികളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്കിനി മറ്റേ യാത്രയൊക്കെ കഴിഞ്ഞ് ഇനി ആ വണ്ടി പണിയുന്നുള്ളൂ. കാരണം നമ്മുടെ ഉണ്ണിക്കണ്ണനകത്തല്ലേ നമ്മൾ യാത്ര പോകുന്നതിന്. അതുകൊണ്ട് ദുൽദുൽ തൽക്കാലം ഇപ്പോൾ ഇവിടെ ഇരിപ്പുണ്ട്. അതുകൊണ്ട് ദുൽദുലിനകത്ത് ഇപ്പോൾ പോകാൻ പോകുന്നത് അല്ല, ഫുൾ പണി ചെയ്യുന്നതിൻ്റെ നമുക്ക് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ വന്നിട്ട് നമുക്ക് പറയാം. എന്നാലും ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങട്ടെ. നമ്മൾ വേറെ കുറച്ച് വീഡിയോസിൻ്റെ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തുന്നതിൻ്റെ പ്ലാൻ ചെയ്ത് വെച്ചേപ്പുണ്ട്. നമ്മൾ കുറച്ച് അത് നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വേറെ ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായമൊക്കെ ചോദിക്കാനൊക്കെ ആയിട്ട് നമ്മൾ അടുത്ത എന്തായാലും ഒരു വീഡിയോയിൽ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും താഴോട്ടിറങ്ങി വണ്ടി കാണാം. പക്ഷേ നമ്മുടെ വണ്ടി ഇറക്കി ഇതെല്ലാം വെച്ച് ആദ്യം പമ്പിൽ പോകണം, പെട്രോൾ അടിക്കണം. അങ്ങനത്തെ എവിടെ ഉണ്ടത് നീ പോയിട്ട് വരാം. അസ്സലാമലൈക്കും. നമ്മളങ്ങോട്ട് വണ്ടി വിടുക. നമ്മളിപ്പോൾ കായംകുളത്ത് MSM കഴിഞ്ഞ് നിൽക്കുക. കാരണമേ ഞാൻ ഈ ഫോണൊന്ന് ഓണാക്കാൻ വേണ്ടി നിർത്തിയതാണ്. അന്ന് നമ്മുടെ വയനാട് യാത്ര കഴിഞ്ഞ് വന്നിട്ട് ഓഫ് ചെയ്ത് വെച്ചതാണ്. ഇപ്പോഴാണ് ഇത് ഓണാക്കുന്നത്. ഇനി ഇതിനകത്ത് നെറ്റ് കട്ടായി കിടക്കുക. ഇനിയിപ്പോൾ നമ്മുടെ ഐഫോണിലെ നെറ്റ് കണക്ട് ചെയ്ത് വേണം ഉപയോഗിക്കാൻ. പിന്നെ നമ്മുടെ ഓൾ ഇന്ത്യ തുടങ്ങുമ്പോഴത്തേക്കൊക്കെ ചാർജ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കും. ഇപ്പം നമുക്ക് തൽക്കാലം ഇങ്ങനെ ആലപ്പുഴ ബൈപ്പാസ് കഴിഞ്ഞ് കുറേ ഇങ്ങോട്ട് ഓടി ഇങ്ങോട്ട് നീങ്ങി വന്നിരിക്കുമോ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് നിർത്തിയതാണ്. കഴിച്ചപ്പോഴത്തേ നമ്മൾ എറണാകുളം ടോളായി. ലോറിക്കാരുണ്ടോ സൗണ്ട് കഴിച്ചപ്പോൾ നമ്മൾ തൃശ്ശൂരാണുള്ളത്. അതുപോലെ അതുണ്ടോ പന്നി വയ്ക്കുന്ന കഴിച്ച് നമ്മളിവിടെ വണ്ടി പൊല്യൂഷൻ കഴിയാനായത്. അതെ ഇവിടെ തൃശ്ശൂരായത്. നമ്മുടെ ദുൽദുൽ ഇവിടെ ഇരിപ്പുണ്ട്. അവിടെ പൊല്യൂഷൻ ഇന്ന് കഴിയുക. അപ്പം പൊല്യൂഷൻ എടുക്കാൻ വേണ്ടി തൃശ്ശൂർ കഴിഞ്ഞത് നമ്മൾ തൃശ്ശൂർ കൊടുക്കണം. നമുക്ക് അങ്ങോട്ടാണ് പോകണം. ഞാൻ അങ്ങോട്ട് പോയപ്പോൾ ഇത് കണ്ടത്. പിന്നെ തിരിച്ച് വന്ന് ഇങ്ങോട്ട് വന്നതാണ്. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വെക്കാൻ പറഞ്ഞത്. അപ്പോൾ അവരിപ്പോൾ ഇങ്ങോട്ട് വരും.
നമ്മളിവിടെ പാണ്ടിക്കാട് എത്തി. ഇവിടെ റൂം എടുത്ത റോയൽ എന്ന് പറഞ്ഞാൽ അവിടെ നമ്മുടെ ദുൽദുൽ ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ കുറച്ച് നേരമായി ഇവിടെ എത്തിയിട്ട്. ഞാൻ ഇച്ചിരി നേരം മയങ്ങുമായിരുന്നു, പിന്നെ നോമ്പൊക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് നമ്മൾ ദുൽദുലുമായിട്ട് നമുക്ക് ഷാജാബാദിലോട്ട് പോകാം. ഞാൻ ഇവരെ ഷെയ്നാടത്തോട്ട് പോയില്ല. വാപ്പയെ ഞാൻ കണ്ടതുമില്ല കേട്ടോ. വാപ്പി കൊപ്പത്തായിരുന്നു, അതുകൊണ്ട് അങ്ങോട്ട് ഞാൻ അതുവഴിയാണ് വന്നത്. ഞാൻ ഷെയ്നാടത്തോട്ട് വന്നതുകൊണ്ട് അങ്ങോട്ട് പോയില്ല. അവിടെയും പരിപാടിയായിരുന്നു, വാപ്പയുടെ അടുത്ത് പോകേണ്ടതായിരുന്നു. പക്ഷേ എൻ്റെ ഒരിത് കൊണ്ട് പോകാൻ പറ്റിയില്ല. പിന്നെ ഇനി അടുത്ത എന്താണെന്ന് വെച്ചാൽ ഷെയ്നാടത്തോട്ട് പോകണം. ഷെയ്നായെ കണ്ടിട്ട് ഇവിടുന്ന് രാവിലെ നാട്ടിലോട്ട് തിരിക്കാൻ വേണം. അതെ സൈറ്റ് അടിച്ച് കാണിച്ച് തരാടാ, രാവിലെ ആയിട്ട് ഇൻഷാല്ലാ നമുക്ക് വകുപ്പൊപ്പിക്കാം. ദേശപ്പതേ നമ്മൾ പാണ്ടിക്കാട് ഹാജാബാദിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ ദുൽദുൽ ഇവിടെ ഇരിപ്പുണ്ട്. നമ്മൾ വന്നിട്ട് ഇപ്പോൾ ഇങ്ങോട്ട് അകത്തോട്ട് കയറാൻ പോകുന്നുള്ളൂ. മെയിൻ എൻട്രൻസ് ആയതാണ്, അങ്ങോട്ട് അകത്തോട്ട് കയറാൻ നമുക്ക് എത്തിട്ടോ. നമ്മുടെ ദുൽദുൽ ആ ലോറിയുടെ ഫ്രണ്ട് ഇരിപ്പുണ്ട്. നമ്മൾ ഈ തെരുവിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. എന്താ ഒരു മിഠായി തപ്പി ഇറങ്ങിയ എൻ്റെ ഡയറി മിൽക്കിൻ്റെ എനർജി ബൂസ്റ്റപ്പ്. അപ്പോൾ കുറേ നടന്ന് അവിടെ നിന്ന് ആദ്യം അങ്ങോട്ട് ഇടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടില്ല പ്ലസ് പോലെ നടക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പോൾ ലാസ്റ്റ് ഞാൻ കുഴഞ്ഞു. ഇനിയും തിരിച്ച് നടന്ന് വേണം നമ്മുടെ റൂമിൻ്റെ അടുത്ത്. കഴിച്ചപ്പോഴത്തേ ഞാനിപ്പം മലപ്പുറം പാണ്ടിക്കാടാണ് ഉള്ളത്. ഇവിടെ നിന്ന് നമ്മൾ നാട്ടിലോട്ട് തിരിച്ചു പോയി. ഇന്നലെ വന്നതാണ്. നമ്മൾ നാട്ടിലോട്ട് തിരിച്ചു പോകുമ്പോൾ എല്ലാം എടുത്ത് വെച്ചിപ്പം വെളുപ്പിനെ 4 മണിയായ സമയം. ഇനി നമ്മളങ്ങോട്ട് ഇറങ്ങും. പക്ഷേ നമ്മളിപ്പോൾ പെരിന്തൽമണ്ണയിലാണ്. ഇപ്പം റെയിൽവേ ക്രോസാണ്. വെളുപ്പിനെയാണ് സമയമേ. ഹൈവേയിലോട്ട് കയറാൻ പോവാ. നമ്മുടെ വണ്ടിയുടെ 49,000 കിലോമീറ്റർ ആയിട്ട് വീട്ടിലങ്ങനെ 50,000-ത്തിലോട്ട് കടക്കാനാവുന്നു. നമ്മൾ ഇവിടെ കൊച്ചി എത്തിയിട്ടുണ്ട്. നമുക്ക് അവിടെ നിന്ന് അങ്ങോട്ടാണ് പോകേണ്ടത്. ഞാൻ